പോയിന്റുകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ദുഷ്ടനെയും നീതിമാനെയും തമ്മിൽ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന 3 വിധങ്ങളാണ്. ഒരു വിധം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാക്യം പരിശോധിക്കാം. സുഭാഷിതങ്ങൾ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് തുറന്നു നോക്കാം. സുഭാഷിതങ്ങൾ 28-ന്റെ 1-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആരും ഓടിക്കാത്തപ്പോഴും ദുഷ്ടന്മാർ ഓടുന്നു, എന്നാൽ നീതിമാന്മാർ സിംഹത്തെ പോലെ ധൈര്യമുള്ളവർ. അപ്പൊ ദുഷ്ടന്റെ ഒരു പ്രത്യേകത കണ്ടോ? അവരെന്ത് ചെയ്യുന്നു? ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ പേടിച്ചോടും, ഭയത്തിലാണ്. ദുഷ്ടന്മാരെ തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഭയം. ഒരുപക്ഷെ നമ്മള് സത്യത്തിലായിരിക്കാം വർഷങ്ങളായിട്ട്, പക്ഷെ നമുക്കൊരു ഭയമുണ്ട് അല്ലെ? എന്റെ ഭാവി എന്തായി തീരും, എന്റെ മക്കളുടെ ഭാവി എന്തായി തീരും, നാളെ ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ഭയമാണ്. പക്ഷെ നീതിമാനെ സംബന്ധിച്ചോ, ആ വ്യക്തിക്ക് യഹോവയിൽ ശക്തമായ വിശ്വാസമുണ്ട്. യഹോവ എന്റെ കുടുംബത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, യഹോവ എന്നെ വഴി നടത്തും എന്ന് 100% ആ വ്യക്തി വിശ്വസിക്കും. ഈ ഭയത്തിൽ കഴിയുന്ന ഈ വ്യക്തി എന്ത് ചെയ്യും? യഹോവയുടെ സംഘടന പറയുന്ന കാര്യങ്ങൾക്ക് മതിയായ ശ്രദ്ധ കൊടുക്കണമെന്നില്ല. മീറ്റിങ്ങിനൊക്കെ കൂടി വരും, അപ്പോഴൊരു സംശയം. സംഘടന അങ്ങനെ പലതും പറയും, മൂപ്പന്മാർ അങ്ങനെ പലതും പറയും. എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയാൻ സാധിക്കും എന്ന് ആ വ്യക്തി ന്യായവാദം ചെയ്യും. കാരണം ഭയമാണ്. ഈ ഭയത്തിന് അടിമപ്പെട്ട വ്യക്തി എന്ത് ചെയ്യുന്നു? സംഘടനയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം പുറത്തേക്ക് നോക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് പല പല ആശയങ്ങളും പറയുന്നുണ്ട് അല്ലെ, ജീവിത വിജയത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കും, അതിൽ ആകർഷനാവും. ആ ആശയങ്ങൾ ഒരുപക്ഷെ സഭയിലേക്കും കടത്തിവിട്ടേക്കാം. അപ്പം ബൈബിൾ വായിക്കാനോ സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ വ്യക്തിക്ക് സമയമില്ല, മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആ വ്യക്തി ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഭയം. നേരെ മറിച്ച് നീതിമാനായിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കും, സ്വന്തം തീരുമാനത്തിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്ന 2-ാമത്തെ വിധം എന്താണ്? ദുഷ്ടനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിധം എപ്പോഴും ഭയത്തിലായിരിക്കും, നീതിമാന് ധൈര്യം ഉണ്ടായിരിക്കും. 2-ാമത്തെ പോയിന്റ് എന്താണ്? ദുഷ്ടന് കാര്യങ്ങൾ ശരിയായി വിലയിരുത്താൻ കഴിയുന്നില്ല, നീതിമാന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ആ വാക്യം നോക്കാം. സുഭാഷിതങ്ങൾ 28-ന്റെ 5-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സുഭാഷിതങ്ങൾ 28-ന്റെ 5: ദുഷ്ടന്മാർക്ക് ന്യായം മനസ്സിലാക്കാനാകില്ല, എന്നാൽ യഹോവയെ തേടുന്നവർക്ക് സകലവും മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. പേടിയുള്ളത് കൊണ്ട് ശരിക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഭയം പലപ്പോഴും എന്തിലിടയാക്കും? പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കും. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമ്മളൊരു പുഴ കടക്കാൻ ശ്രമിക്കുകയാണ്, ഒറ്റത്തടി പാലമാണ്. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മധ്യഭാഗത്ത് എത്തിയപ്പോ കാലിൽ എന്തോ കുത്തി, ആണിയോ മുള്ളോ മറ്റോ കാലിൽ കുത്തി. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഭയം വരുമ്പോൾ ഒരുപക്ഷെ നിന്ന നിപ്പത്തിന് കാലിലേക്ക് നോക്കും അല്ലെ, എന്നിട്ട് ഒരുപക്ഷെ അത് ശരിയാക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് അത് സംഭവിക്കും, നേരെ വെള്ളത്തിലേക്ക് പോകും. നേരെ മറിച്ച് ജ്ഞാനിയായ വ്യക്തി എന്ത് ചെയ്യും? അദ്ദേഹം ആ വേദന സഹിച്ചുകൊണ്ടത് ക്രോസ് ചെയ്യും. അതിന് മറുകട പോയതിനു ശേഷം അദ്ദേഹം കാല് പരിശോധിക്കും അല്ലെ. അപ്പൊ ഇതുപോലെ ഭയത്തിലായിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കും. അതിന്റെ വിപത്ത് ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നീതിമാന്മാർ എങ്ങനെയായിരിക്കും? അവർ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പരിശോധിച്ച് ഉറപ്പുവരുത്തി പ്രാർത്ഥനാപൂർവം തീരുമാനം എടുക്കും. ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു ഉദാഹരണത്തിലേക്ക് വരാം. ഇപ്പൊ നിങ്ങളുടെ മകനോ മകൾക്കോ ഒരു പരീക്ഷ വരികയാണ്, നാളെ ബോർഡ് എക്സാം ആണ്, തലേ രാത്രി ഇരുന്ന് പഠിക്കുകയാണ്, കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കലശലായ ഒരു വയറുവേദന വന്നു. ഉടനെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് ഇത് അപ്പൻഡിക്സിന്റെ അവസാനത്തെ സ്റ്റേജ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? അപ്പൊ ഡോക്ടറിനോട് നമ്മൾ പറയോ, ഡോക്ടറെ നാളെ ബോർഡ് എക്സാം ആണ്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന് പറയോ? ഒരിക്കലും ഇല്ല അല്ലെ. ബോർഡ് എക്സാം പോയാൽ പോട്ടെ, അത് അടുത്ത വർഷം എഴുതാം, ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എത്രയും വേഗം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആ ഓപ്പറേഷൻ നടത്തും അല്ലെ. കാരണം ജീവനാണ് അവിടെ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യജീവനോടുള്ള ബന്ധത്തിൽ എന്ത് പറയാൻ സാധിക്കും? യഹോവ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? നിത്യജീവനായിരിക്കുമോ, യഹോവയ്ക്കായിരിക്കോ, അത് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കോ? നമുക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ചിന്തിക്കാം. നമ്മുടെ ഒരു മേഖലാ കൺവെൻഷൻ വരാൻ പോവുകയാണ്. 3 ദിവസം ഹാജരാകാനാണ് യഹോവ ആഗ്രഹിക്കുന്നത് അല്ലെ. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസമായി, അന്നാണ് മകന് അല്ലെങ്കിൽ മകൾക്കൊരു പരീക്ഷ സ്കൂളിൽ. അതൊരു ഓണപരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ, മിഡ് ഇയർ എക്സാം. നമ്മൾ എന്ത് തീരുമാനം എടുക്കും? കൺവെൻഷന് പോവോ, അതോ മകനോട് മകളോട് നീ പരീക്ഷ എഴുതാൻ പറയുമോ? നമുക്ക് സ്വയം ചിന്തിക്കാൻ കഴിയും. മറ്റൊരു സാഹചര്യം, നമുക്ക് നല്ലൊരു ജോലി കിട്ടിയിരിക്കുകയാണ്,
പക്ഷെ ജോലി സ്വീകരിച്ചു കഴിഞ്ഞാൽ മീറ്റിങ്ങിന് പോകാൻ സാധിക്കില്ല, മീറ്റിംഗ് ഒക്കെ മുടങ്ങും. നമ്മൾ എങ്ങനെ തീരുമാനം എടുക്കും? അപ്പൊ ഇവിടെ എല്ലാം നീതിമാനായിരിക്കുന്ന വ്യക്തി എല്ലായ്പ്പോഴും യഹോവയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും എന്നുള്ളതാണ്. യഹോവ കഴിഞ്ഞിട്ട് മതി പഠിത്തം എന്ന് മക്കളോട് പറയും. യഹോവ കഴിഞ്ഞിട്ട് മതി ജോലി, നീ ഇപ്പൊ മീറ്റിങ്ങിന് പോകാൻ പറയും. അതുപോലെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്രയും വിശ്വാസം നമുക്കുണ്ടോ? അതോ നമ്മളങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നുണ്ടോ? സംശയത്തിലാണോ? നമുക്ക് സ്വയം പരിശോധിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് പലപ്പോഴും ആളുകൾക്ക് ഇന്നൊരു ചിന്തയുണ്ട്. എന്താണ് ചിന്ത? ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ: പണം, വിദ്യാഭ്യാസം, സ്റ്റാറ്റസ്. ഇത് വേണം. ഇതിനു വേണ്ടിയിട്ടാണെന്ന് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ ചിന്ത നമ്മിലേക്ക് വന്നേക്കാം. പണക്കാരനാകാനുള്ള ഒരു ലക്ഷ്യം. എല്ലാവരും വീട് വെക്കുന്നു, എനിക്കും വീട് വേണം. എല്ലാവരും കാറ് വാങ്ങുന്നു, എനിക്കും കാറ് വേണം. ഈ ഒരു ചിന്ത, അതിനു വേണ്ടി ഓടി കടമെടുത്ത്, പലിശയ്ക്കും കടമെടുത്ത് അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നീതിമാന്മാർ എന്ത് ചെയ്യും? സുഭാഷിതങ്ങൾ 28:6 നമുക്ക് വായിക്കാം. സുഭാഷിതങ്ങൾ 28:6 അവിടെ വായിക്കുന്നു: നിഷ്കളങ്കതയോടെ നടക്കുന്ന ദരിദ്രൻ വക്രത കാട്ടുന്ന ധനികനേക്കാൾ നല്ലവൻ. അപ്പൊ സമ്പത്തുണ്ടായിരിക്കുന്നതിൽ തെറ്റില്ല, തെറ്റാണെന്ന് പറയുന്നില്ല. വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ യഹോവയെ ഉപേക്ഷിച്ചുകൊണ്ട്, മീറ്റിംഗ് ഉപേക്ഷിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ നമ്മൾ പോയാൽ യഹോവയുടെ അനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ മീറ്റിംഗിനാണ് നമ്മൾ എല്ലായ്പ്പോഴും, യഹോവയുടെ ആരാധനയ്ക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണമോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും ആത്യന്തികമായി നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ കണ്ടു അല്ലേ, ഒരു സുനാമി വന്നപ്പോ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലാ വീടും ഒലിച്ചുപോയി. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. പണക്കാർ ഒരു നിമിഷം കൊണ്ട് ദരിദ്രരായി തീർന്നു. വീടുമില്ല, ഒന്നുമില്ല, വസ്തുവില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് നമ്മൾ ഇയ്യോബിന്റെ കാര്യത്തിൽ കാണുന്നത് അല്ലെ. ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം നഷ്ടപ്പെട്ടില്ല. എന്താണ്? യഹോവയുമായിട്ടുള്ള ബന്ധം ഇയ്യോബിനുണ്ടായിരുന്നു. ആ ബന്ധമാണ് ഇയ്യോബിനെ രക്ഷിച്ചത്. ആ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഇയ്യോബിന് എല്ലാം തിരികെ കിട്ടി. യഹോവ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. സമ്പത്തും ബാക്കി ആരും അവരെ സഹായിച്ചില്ല, ഇയ്യോബിനെ സഹായിച്ചില്ല. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, ഒരു ദൃഷ്ടാന്തം യേശു പറഞ്ഞു അല്ലെ. ഒരു വ്യക്തി, ധനികനായ വ്യക്തി എന്ത് ചെയ്യുന്നു? തന്റെ കളപ്പുരകളൊക്കെ പൊളിച്ച് ഇനിയും അധികം വേണം, ഞാൻ എന്ത് എക്സ്പാൻഡ് ചെയ്ത് കൂടുതലായിട്ട് പണിയും എന്ന് ചിന്തിച്ചു അല്ലെ. അവസാനം ദൈവം എന്ത് പറഞ്ഞു? ഇന്ന് രാത്രി മൂടാ, നിന്റെ ജീവൻ എന്ന് പോകുന്നു. അവർ നിന്നോട് ചോദിക്കും, നീ കൂട്ടി വെച്ച് ആർക്ക് പോകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നതിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട സംഗതി, നീതിമാന്മാർ എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും യഹോവയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കും. യഹോവ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത്? ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും. നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്കൊരു ചിത്രം കാണാം. ഒരു സഹോദരൻ, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് കിടക്കാനായിട്ട് ഒരു മെത്ത പോലും ഇല്ല, തറയിലാണ് കിടക്കുന്നത്. ഒരുപക്ഷെ കഷ്ടങ്ങൾ നേരിട്ടേക്കാം, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് ഒരു പ്രത്യാശ നിരീക്ഷിക്കാൻ കഴിയും അല്ലെ. അദ്ദേഹം പ്രതീക്ഷയോടെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെട്ടില്ല? യഹോവയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രം മതി. യഹോവയുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയം ഉറപ്പായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സ്വയം ആത്മപരിശോധന നടത്താം. ഞാനൊരു നീതിമാനാണോ? മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം നമുക്ക് സ്വയം ഈ പോയിന്റുകളൊന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. കാരണം ആരെല്ലാം ഒന്നാമത് ദൈവരാജ്യം വെച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം വിജയിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കിയാൽ മതി. ഒന്നാമത് മീറ്റിംഗ് മുടക്കാതെ, വയൽ ശുശ്രൂഷ മുടക്കാതെ, ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതം എല്ലാം വിജയിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് പ്രവർത്തിച്ചവർക്ക് ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ പണം നേടിയേക്കാം, പക്ഷെ സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, യഹോവയുമായിട്ടുള്ള ബന്ധവും ഇല്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും നീതിമാന്മാരായിരിക്കാൻ, യഹോവയുടെ ദൃഷ്ടിയിൽ നീതിമാന്മാരായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കഠിന ശ്രമം ചെയ്യും.